എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു പേജിൽ ഫുഡ് വീഡിയോ, അതുപോലെ സാമൂഹിക ഇഷ്യൂസ്, അതുപോലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ തരം വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ കുരുമുളക് കർഷകർക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ കുരുമുളക് തൈ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അധികം ആൾക്കാരും നേരിടുന്നൊരു പ്രശ്നമാണ് ഈ കമ്പ് നട്ടിട്ട് അത് ചീഞ്ഞു പോകുന്നത്, അത് ശരിയായ രീതിയിൽ പിടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു മാസം മുമ്പ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വളക്കടയിൽ ചെന്നപ്പം അദ്ദേഹം എനിക്കൊരു ഈ വേര് ചെയ്യാതിരിക്കാനും പെട്ടെന്ന് വേര് വരാനും കുമിൾ രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള ഒരു പൗഡർ സജസ്റ്റ് ചെയ്തു. അപ്പം ഞാനത് വന്നിട്ട് നമ്മുടെ ഇതുപോലെ തന്നെ സ്റ്റെമ്പ് എടുത്തു, ഈ ഒരു പൗഡറിലും വെള്ളത്തിലാക്കിയിട്ട് പൗഡറിൽ മുക്കി അത് ഞാൻ ഓരോ ചുവടുകളിലും, ഓരോ കാലിൻ്റെ ചുവടുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിൽ കുറച്ച് നമ്മുടെ ജൈവവളവും കുറച്ച് കരിയിലയും മണ്ണൊക്കെ നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കി ഈ സ്റ്റെമ്പ് ഞാൻ കുത്തിവെച്ചു. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ അത് മുള പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളിത് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നടാനുള്ള സ്റ്റെമ്പ് എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം ഈ ഒരു പൗഡറിൽ മുക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ചോട്ടിലേക്ക് നട്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കൂടിൽ പാകിയിട്ട് പിന്നീട് തണുപ്പ് വന്നതിന് ശേഷം നട്ടു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത് കപിലാർ. ഇത് എല്ലാ വളക്കടയിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകപ്പാടെ ഒരു 85 രൂപ ഇതിന് വിലയുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇതുപോലെ സ്റ്റെമ്പുകൾ നടുന്നുണ്ട്, പക്ഷേ ഇത് ചീഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കൊല്ലം എനിക്ക് നട്ട എല്ലാ സ്റ്റെമ്പുകളും ഏകദേശം ഒരു 100ഓളം കാലുകൾക്ക് ഇതിൽ മുക്കിയതിന് ശേഷം ഞാനിത് നട്ടു. എല്ലാ കാലിലും നല്ല രീതിയിൽ ഇപ്പം ഈ മുള പൊട്ടി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കൊടി നല്ല കരുത്തോടു കൂടി തന്നെ വരുന്നുണ്ട്. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കൂട്ടിലാണ് നടുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ജൈവവളം, നല്ല മിക്സായിട്ടുള്ള മണ്ണിൽ വേണം നടാൻ. അതുപോലെ തന്നെ നമ്മൾ കാലിൻ്റെ ചോട്ടിലാണ് നടുന്നതെങ്കിലും അത്യാവശ്യം നല്ല കൊത്തി ഇളക്കിയതിന് ശേഷം നല്ല അടിവളം എന്തെങ്കിലും കൊടുത്തതിന് ശേഷം വേണം ഇത് നടാൻ. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് നല്ലൊരു ഉപകാരമുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇത് നടാൻ ഉചിതമായ ഒരു സമയം എന്ന് പറയുന്നത് ഈ മഴക്കാലം തന്നെയാണ്. നല്ല മഴക്കാലമല്ല, ഏകദേശം നമുക്കൊരു ചെറിയ മഴ നിൽക്കുമ്പോൾ നടുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നം വരുന്നില്ല. ഇതുപോലെ തന്നെ ഞാനിവിടെ കാണിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റെമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മുള ഓരോ മുളയായിട്ട് ഇങ്ങനെ പൊട്ടി വരും പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് മുളകൾ പൊട്ടി വന്നു. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണിത്.